ഹായ് അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖാണല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ നമ്മള് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നാസർ ഖാനെ കുറിച്ചിട്ടാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോ ഇന്ന് നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ ഈ ഞാൻ പറഞ്ഞ 2 വയസ്സിന് ശേഷം ഞാന് മോളുമായിട്ട് ഒരു 2 വയസ്സ് ഒക്ടോബർ 13-ന് 2 വയസ്സായെങ്കിൽ ഒരു ജനുവരി ആ സമയമെല്ലാം ആകുമ്പോഴത്തേക്ക് ഞാന് കാസർഗോഡാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ ഉമ്മയുടെ സിസ്റ്റർ വീട്ടിലാണ് താമസം ഉണ്ടായിരുന്നത്. 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അത് രണ്ടാളും പിന്നെ കാസർഗോഡ് ഉപ്പള അവിടെ. ഒന്ന് സെലീന, ഒന്ന് ഷെരീഫ. ഈ 2 വ്യക്തികളെ വീട്ടിൽ ഞാൻ മാറി മാറി താമസിക്കും. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഒരാളുണ്ട്. ആരാന്ന് വെച്ചാല് എന്റെ ആപ്പ, മുഹമ്മദ് ആപ്പ. എന്ന് വെച്ചാല് ഞാൻ ബേസിക്കലി സത്യം പറഞ്ഞ ആ ടൈമിൽ ഷെരീഫാമാരെ വീട്ടിലേക്കാണ് പോയത്. അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്റെ അളയപ്പാരെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് 2 ദിവസം നീ പിന്നെ സെലീനാമാരെ വീട്ടിൽ നിൽക്കുന്ന പറഞ്ഞിട്ട് ആദ്യം ഞാൻ വീട്ടിലേക്ക് അല്ലേന്ന്. പക്ഷെ 2 കൈയും നീട്ടിട്ട് ആളെന്നെ സ്വീകരിച്ചെന്ന് വെച്ചാൽ ഞാൻ അത്രയും ട്രാജഡിയില് ജീവിക്കുന്ന എല്ലാ രീതിയിലും 4 സൈഡും എന്നുവെച്ചാൽ ഒരു സൈഡ് മാത്രമല്ല 4 സൈഡായിട്ട് സപ്രസ് ചെയ്തിട്ട് ജീവിക്കുന്ന ഞാൻ ചിലപ്പോ എന്താ എനിക്ക് അന്ന് മുഹമ്മദ് ആപ്പാരെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എന്റെ ലൈഫ് ഉമ്മാവും ഡാഡിയും ഉണ്ടെങ്കിലും അവര് എല്ലാ രീതിയിലും എന്നെ ഹെൽപ്പ് ആണ് കംപ്ലീറ്റ്. പക്ഷെ ആ ടൈമിൽ ഉമ്മ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞ എന്റെ ഉമ്മ ഒരു സൈക്കോളജി ആയിട്ടാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു ഒരു വുമണാണ്, ഒരു തീയിൽ കുരുത്ത വുമണാണ് എന്റെ ഉമ്മ. എന്നിട്ടും അതിന്റെയും അപ്പുറത്തേക്ക് എന്റെ ഒരു മാനസികാവസ്ഥ പോയ സമയത്ത് എന്നെ പിടിച്ചു നിർത്തിയ ഒരു മനുഷ്യനാണ് മുഹമ്മദ് ആപ്പ. അപ്പൊ മുഹമ്മദ് ആപ്പാനെ കുറിച്ചിട്ട് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിർത്താൻ പറ്റുന്നതല്ല മുഹമ്മദ് ആപ്പാനെ കുറിച്ചിട്ട്. ഇപ്പൊ ഇതൊക്കെ ഞാൻ പിന്നീട് ഒരു ഇതിൽ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെ വിഷയമായിട്ട് വരാം. അപ്പം ഒരു ദിവസം നമ്മള് മോക്ക് അസുഖം അധികമായി. അപ്പൊ എനക്ക് വാശി സത്യം പറഞ്ഞാല് എന്റെ മൈൻഡില് ശ്രീചന്ദ ഹോസ്പിറ്റലിൽ പോയി ഫർജാന മാം പീഡിയാട്രീഷ്യനാണ്. ഫർജാന മാമിന്റെ ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാല് കുട്ടി രക്ഷപ്പെടുള്ളൂ. ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് പറഞ്ഞു മോക്ക് ഇങ്ങനെ മോള് ജീവിക്കോ ഇല്ലയോ എന്നില്ല, അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, സർവൈവ് ചെയ്യാൻ സാധ്യത കുറവാണ്. സ്വാഭാവികമായിട്ട് അവിടുന്ന് 1-2 പ്രാവശ്യം രക്ഷപ്പെട്ട് വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഹോസ്പിറ്റലിലെ കൊണ്ടുപോലും. അപ്പൊ ആ സമയത്ത് എന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ പോയാലേ മോൾ രക്ഷപ്പെടുന്നില്ല ഒരു തോന്നൽ എന്റെ മനസ്സിൽ വന്നതുകൊണ്ട് പിന്നെ ആ ഹോസ്പിറ്റലിൽ അല്ലാതെ വേറെ ഓപ്ഷൻ ഞാൻ ചെയ്യലില്ല. ആ സമയത്ത് എന്റെ ഉമ്മാനെയോ ഡാഡിന്റെയോ അവരെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കാര്യങ്ങളോ ഒന്നും ഞാൻ ആലോചിക്കില്ല. കാരണം ആലോചിക്കാൻ കഴിയില്ല. ഞാൻ ബ്ലൈൻഡഡ് ആവും. സത്യം പറഞ്ഞാല് എനിക്ക് എന്റെ മോളെ രക്ഷപ്പെടുത്തണം എന്നല്ലാതെ വേറൊന്നും എനിക്ക് ആ സമയത്ത് അറിയില്ല. എന്നുവെച്ചാൽ എന്താ പറയുന്നേ, നമ്മ ഒരു 3 വയസ്സിലെ കുട്ടികൾക്ക് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ കഴിഞ്ഞ കുറെ കൊല്ലായിട്ട് എന്റെ ഉമ്മ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. സത്യം പറഞ്ഞാല് എനിക്കും എന്റെ മോള് നന്നായിട്ട് നോക്കാൻ ഞാൻ പഠിച്ചതാണ്. കുറച്ച് കഴിയുമ്പോ എനിക്ക് മോള് നന്നായിട്ട് നോക്കാൻ പോലും അറിയുന്നില്ല. പല കാര്യങ്ങൾ അറിയുന്നില്ല. ചില അത്രയും ട്രോമസ് അനുഭവിച്ചുകൊണ്ടായിരിക്കും എനിക്കത് അറിയാത്തത്. അപ്പൊ ഞാന് ശ്രീചന്ദ്ര ഹോസ്പിറ്റലിൽ പോന്ന് ആംബുലൻസില്. അപ്പൊ സെലീനാമ്മവും ഷെരീഫാമ്മവും മുഹമ്മദ് അപ്പവും എല്ലാ ആംബുലൻസിൽ എന്റെ കൂടെ വരുന്നു. സ്വാഭാവികമായിട്ട് മോള് അഡ്മിറ്റ് ആകുന്നു. അപ്പൊ മോള് അഡ്മിറ്റ് ആയി. സീരിയസ് HFNC-യിൽ തന്നെയാണ് ആള്. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി മുഹമ്മദ് ആപ്പാക്ക് പിന്നെ ഷോപ്പ് ഉണ്ട്. അപ്പൊ എന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. പിന്നെ സെലീന അമ്മക്ക് 2 കുട്ടികള്, ഷെരീഫാമ്മക്ക് നാട്ടില് ഒരു കുഞ്ഞുണ്ട്. അപ്പൊ എന്നോട് അവരൊന്ന് ചോദിക്കുന്നു എന്ത് ചെയ്യേണ്ടത് നമ്മള്. ഞാൻ പറഞ്ഞു നിങ്ങള് പോയിക്കോ നിങ്ങളെ കുട്ടികളെ. എന്നുവെച്ചാൽ ഞാനൊരു എഡ്യൂക്കേഷന് നല്ല വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ കാരണം ആ കുട്ടികളെ ഒരു ദിവസത്തെ ക്ലാസ് പോലും പോകാൻ പാടില്ല എന്നുള്ളൊരു ഒബ്ജക്റ്റില് ഞാൻ എന്താക്കും, നിങ്ങൾ പോയിക്കോ എന്ന് പറയും. പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിലെ വിഷമം എന്നുവെച്ചാൽ അവര് പോയ സെക്കൻഡ് മുതൽ ഞാൻ ഒറ്റക്കാന്നുള്ളൊരു റിയാലിറ്റി ഇല്ല. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാല് ഉമ്മാട് പറയാൻ പറ്റുമോ? ഉമ്മാട് പറയാൻ പറ്റൂല.
എന്നുവെച്ചാൽ ആരോടും പറയാൻ കഴിയില്ല. ഉമ്മാട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒറ്റക്കാന്ന് ഉമ്മാക്ക് പറ്റുന്നില്ലാന്ന് ഞാൻ എങ്ങനെ പറയും? ഇനിയിപ്പം പിന്നെ ശ്രീചന്ദ് ഹോസ്പിറ്റലായത് കൊണ്ട് എനിക്ക് ബാക്കി ഒന്നിനും ബുദ്ധിമുട്ടില്ല. കാരണം വെൽ അറേഞ്ച്ഡ്, നല്ല നമ്മൾ പൈസ കൊടുത്താൽ മതി, ബാക്കി നമ്മളെ കയ്യിൽ കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു, ഞാൻ ഒറ്റക്കായതുകൊണ്ട്. അതുപോലെ മോളെ അവസ്ഥയും ഇത് രണ്ടും കൂടി ആവുമ്പോ ഞാൻ പറഞ്ഞില്ല, ഈ സ്ട്രെസ് ഈറ്റിംഗ്, സത്യം സ്ട്രെസ് ഈറ്റിംഗ് ആണ് ചെയ്തത്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് മോക്ക് കുറച്ച് ബെറ്റർ ആയി. 3rd ഡേ ഷിഫ്റ്റിംഗ്, ഞാൻ ഒരു 5 to 7 days ഞാൻ നിന്നിനി. അപ്പൊ 3rd ഡേ ആകുമ്പോഴത്തേക്ക് എനിക്ക് ആ ടൈമിൽ ഞാനില്ലേ എപ്പം ചിന്തിക്കുവേ, നിങ്ങളോടൊരു കാര്യം പറയാം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് നമുക്ക് ഈ സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടാവും, സ്ട്രെസ് ഈറ്റിംഗ് ചെയ്യാം. പക്ഷെ എന്തായാലും ഷേക്ക് കുടിക്കരുത്. അതിങ്ങനെ നമ്മൾ തലയിങ്ങനെ ചൂടായിട്ട് നമുക്ക് ഷേക്ക് കുടിക്കാൻ തോന്നും. അപ്പൊ ഞാൻ എപ്പം ചിന്തിക്കും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കാൻ ഷേക്ക് കുടിക്കാൻ പാടില്ല. എനിക്കത് ഓർമ്മയുണ്ടാവില്ല, ആ ഷേക്ക് കുടിക്കുകയും ചെയ്യും. അതിന് 3ാമത്തെ ദിവസം എന്താണ് ഇത് വരുന്നത്, 3ാമത്തെ ദിവസം എനിക്ക് അസുഖം വരുന്നത് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ ഡേ ബൈ ഡേ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നു. അത് PICയിലായതുകൊണ്ട് പല ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പവർ എന്തായാലും കുറയും. ആ ഒരു 1 വീക്ക് ആകുമ്പോഴത്തേക്ക്. ഇപ്പൊ 3rd ഡേ ആകുമ്പോഴത്തേക്ക് ആ അസുഖം വരുന്നു. ചെറിയ തൊണ്ടവേദന എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ എന്താക്കി, പിന്നെ ഞാനെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. മോളെ ഷിഫ്റ്റ് ചെയ്ത്, പിന്നതാ പനി എന്ന് പറഞ്ഞാല് 103 ഡിഗ്രി പനി. ഇന്ന് അതിന് ശേഷം ആ ഒരു ടൈം, 2.5 വയസ്സിലെ ആ ഒരു ടൈമാണ്. ഇന്ന് എനിക്ക് അത്ര പനി വന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നു എന്തിനാ ഞാൻ എന്റെ മോളെ, നമുക്ക് ഈ നമ്മൾ ICU ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ മോളെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം എന്നുള്ളൊരു ഇതിലേക്ക് വരും. അപ്പൊ 103 പനിയാവുമ്പോ സാധാരണ എനിക്ക് ചെറിയൊരു പനി വന്ന പ്രശ്നമല്ല. ഡോക്ടർ കാണിക്കാൻ താഴെ പോണം 1, അപ്പൊ മെഡിസിൻ വാങ്ങണം 2. അപ്പൊ മോള് ഒറ്റക്ക് ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു സിസ്റ്റർ എന്താന്ന് എനിക്ക് പറ്റിയത്. ഞാൻ പറഞ്ഞു പനി എന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് 103 പനി, പാരസ്റ്റമോള് കൈമേ ഇല്ല, ഒന്നുമില്ല. ഞാൻ ബ്ലാങ്ക്. സ്വാഭാവികമായിട്ട് അത്രയും ഇതാവുമ്പോ, കാരണം എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാല് 103 ഡിഗ്രി പനി എനിക്ക് വന്നതല്ല. 103 അല്ല 104 ഡിഗ്രി പനി വന്നാൽ സാറില്ല. പക്ഷെ ഒന്നും അറിയാത്തൊരു കുഞ്ഞിക്ക് ഞാൻ ഫുഡ് കൊടുക്കണം, അവക്ക് പമ്പേഴ്സ് ഞാൻ മാറ്റണം. അപ്പം അപ്പൊ എന്താണ്, ആരുമില്ല. ഉമ്മ കരയാന്നല്ലാതെ ഉമ്മക്കൊന്നും ചെയ്യാനും പറ്റൂല. അന്ന് ഞാൻ അനുഭവിച്ച വേദന ഇന്നൊക്കെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാല് നമ്മ ഒരാളോട് അറിഞ്ഞിട്ട്, ഞാനും എന്റെ ഉമ്മ എന്താച്ചാല്, പ്രത്യേകിച്ച് ഞാൻ ഒരു മനുഷ്യനോടും ഒരു കാര്യം ആവശ്യപ്പെടൂല, ഇത്രയും സുഖമില്ല അപ്പൊ എന്ത് ചെയ്യണം ഞാൻ ആവശ്യപ്പെട്ടു. അറിഞ്ഞിട്ട് ആരെങ്കിലും വന്നെങ്കിൽ ഇത്രയും ഉപകാരം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നല്ലാതെ ഞാൻ ആവശ്യപ്പെട്ടിട്ട്. പക്ഷെ ഞാൻ ഓവർകം ചെയ്ത് ഗുളിക കഴിച്ച്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് കാണിച്ചു കഴിഞ്ഞിട്ട് ആകുമ്പോ ടെസ്റ്റ് പറഞ്ഞു, ടെസ്റ്റ് ചെയ്ത് ഇൻഫെക്ഷൻ ഉണ്ട്, പനി കുറയാൻ വേണ്ടിട്ട് എന്നോട് ഡോക്ടർ പറയുന്ന ട്രിപ്പ് ഇടണം, പാരസ്റ്റമോള്, പെട്ടെന്ന് പനി കുറയണം, അത്രയും പനിയുണ്ട്. അപ്പൊ മോള് ഒരു റൂമില്, ഞാൻ വേറൊരു ഈ ട്രിപ്പ് ഇടുന്ന കാഷ്വാലിറ്റി. അപ്പം എന്ത് ചെയ്യാന്, ഞാൻ അങ്ങനെ ഞാനത് എന്തായാലും കുറച്ച് ടൈം ഉണ്ടാകും. കാരണം എനിക്ക് ടെൻഷനായിട്ട് നിക്കാൻ ഇങ്ങനെയില്ല. ഇട്ട് ശരിക്കും പറഞ്ഞാല് ഓരോ എല്ലില്ലേ നുറുങ്ങുന്ന വേദന. ഈ രാത്രിക്കല്ല ഈ 2 മണിക്കൂർ കൂടുന്നവർ കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കണം, പകല് കൊടുക്കണം. ഈ HFNC എന്ന് പറഞ്ഞ കുഞ്ഞിന്റെ കൂടെ
103 ഡിഗ്രി പനിയില ഞാൻ കിടക്കുന്നു. ഇവക്ക് പിന്നെയും പനി വരാം, പക്ഷെ അത് എത്തിച്ചിട്ട് ഓക്ക് വന്നിട്ട. ഞാൻ പഠിച്ച പടക്കൽ എന്നിട്ട് ഞാൻ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ട് ഇവളെന്തിനാ ഇങ്ങനെ കരയുന്നു. പക്ഷെ അത്രയൊക്കെ വിഷമം വരുന്ന കാര്യമായി പറയുന്നത്. നെക്സ്റ്റ് എപ്പിസോഡ് നാളെ വരെ ഗൈസ്. അപ്പൊ നെക്സ്റ്റ് നാളെ എന്ന് വെച്ചാല് അടുത്ത സെക്ഷനായിട്ട് വരെ ഗൈസ്. ബൈ.